കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ആക്കുളം. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം പാറശാല. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉള്ളത്? ഉത്തരം തിരുവനന്തപുരം. മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ് വന്നത്? 1984 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എന്ന്? 2011 ബാംഗ്ലൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം വരയാട്. കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തൃശൂർ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്ന്? 1891 ജാനുവരി 1. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം സി. വി. രാമൻപിള്ള. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ മൗലിക കണങ്ങൾ ഏവ? ഉത്തരം പ്രോട്ടോണും ന്യൂട്രോണും. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് എന്ത്? ഉത്തരം ഐസോട്ടോപ്പ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം പ്രോട്ടോൺ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെ? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാഴ്ചാ ബംഗ്ലാവ് എവിടെ? ഉത്തരം തിരുവനന്തപുരം കാഴ്ചാ ബംഗ്ലാവ്. കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മുംബൈ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് എവിടെയാണ്? ഉത്തരം ഓമന കുഞ്ഞമ്മ. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഉള്ള രാഷ്ട്രം ഏത്? ഉത്തരം ഇസ്രായേൽ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത്?
ഉത്തരം മലബാറിൻ്റെ പൂന്തോട്ടം. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ഉത്തരം രാജാ രവിവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഉത്തരം ബോംബെ സമാചാർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യകാലത്ത് ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഏതു കലാരൂപമാണ് സതീർ എന്ന് അറിയപ്പെട്ടത്? ഉത്തരം ഭരതനാട്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം ചെമ്മീൻ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ആനമുടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ഉത്തരം ഇലക്ട്രിക് ഫാൻ. 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ശിപ്പായി ലഹള. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിയമവകാശം. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ഉത്തരം അരുന്ധതി റോയ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കാവേരി. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം കറുത്ത മണ്ണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്?
ഉത്തരം ആന്തര അകക്കാമ്പ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രീമെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രീമെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏത്? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 2015. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം കാനഡ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഉത്തരം വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം 4 വർഷം. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കി. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആര്? ഉത്തരം നെപ്പോളിയൻ. ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത്? ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത്? ഉത്തരം പാരീസ്. ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം നേപ്പാൾ. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ജാർഖണ്ഡ്. നഗരത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആര്? നഗരത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആര്?
സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ നിറച്ച വാതകം ഏത്? നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ നിറച്ച വാതകം ഏത്? ഉത്തരം സരിൻ. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര് എന്ത്? നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര് എന്ത്? ഉത്തരം സർചാർജ്. പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? ഉത്തരം തമിഴ്നാട്. പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏത്? പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏത്? ഉത്തരം ഗാൾ ബ്ലാഡർ. മീൻപിടുത്തക്കാരൻ പൂച്ച ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ്? മീൻപിടുത്തക്കാരൻ്റെ പൂച്ച ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏത്? പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആസാം. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം നേപ്പാൾ, ഭൂട്ടാൻ. വന്ദേ മാതരം രചിച്ചത് ആരാണ്? വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഉത്തരം 22. കേരളത്തിലെ കമാന അണക്കെട്ട് ഏത്? കേരളത്തിലെ കമാന അണക്കെട്ട് ഏത്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഒളിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഒളിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ചാൾസ് ഡിക്കൻസ്. ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഇറ്റലി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ഉത്തരം ആശപൂർണാദേവി. കേരളത്തിലെ ഏതു നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏതു നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം അഞ്ചരക്കണ്ടിപ്പുഴ. ആരുടെ തൂലിക നാമമാണ് ചെറുകാട്? ആരുടെ തൂലിക നാമമാണ് ചെറുകാട്? ഉത്തരം ഗോവിന്ദ പിഷാരടി. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുമാരനാശാൻ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? ഉത്തരം സുഗത് കുമാരി. കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭാരതപ്പുഴ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പാല നാരായണ നായർ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം C.H. കുഞ്ഞപ്പ. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഉത്തരം പ്രേം നസീർ. ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഉത്തരം K.R. നാരായണൻ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം റസൂൽ പൂക്കുട്ടി. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദൻ സരസ്വതി. ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ഉത്തരം C. രാജഗോപാലാചാരി. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റ് ഉള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം മേഘാലയ. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം സിംഗപ്പൂർ.
ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത്? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത്? ഉത്തരം ദീപിക. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഡാന്യൂബ് നദി. കൊല്ലം തോറും കാശ്മീരിലെ ശ്രീനഗറിൽ നടത്തിവരുന്ന മഹോത്സവത്തിൻ്റെ പേര് എന്ത്? കൊല്ലം തോറും കാശ്മീരിൽ ശ്രീനഗറിൽ നടത്തിവരുന്ന മഹോത്സവത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കാശ്മീർ സ്റ്റേറ്റ് പ്രദർശനം. ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര്? ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര്? ഉത്തരം ലൂയി ബ്രെയിൻ. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഉത്തരം ബോംബെ സമാചാർ. പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏത്? പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം സ്വീഡൻ. പുനർജന്മ നിരൂപണത്തിൻ്റെ കർത്താവ് ആര്? പുനർജന്മ നിരൂപണത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ചട്ടമ്പിസ്വാമികൾ. പുരുഷസിംഹം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? പുരുഷസിംഹം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1938. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ഏത്? ഉത്തരം ചേരനല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം ഏത്? ഉത്തരം 1925. ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്നത് എന്ത്? ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം കറകപ്പുല്ല്. ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാന തട്ടകം? ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാന തട്ടകം? ഉത്തരം ഉത്തർപ്രദേശ്. ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം കൃഷിയിടങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി എന്ന്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 14. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ത്? ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ത്? ഉത്തരം വെളുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം ഏത്? ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 2006. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം? ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം? ഉത്തരം തരംഗദൈർഘ്യം കൂടുതലായതിനാൽ. ത്രിവേണി സംഗമം എവിടെയാണ്? ത്രിവേണി സംഗമം എവിടെയാണ്? ഉത്തരം അലഹബാദ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ.
മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം നർമ്മദ. യുനെസ്കോ 2019 ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുത്ത നഗരം ഏത്? യുനെസ്കോ 2019 ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം ഷാർജ. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആര്? പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം പി. ഭാസ്കരൻ. ഇന്ത്യയിലെ റോളിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആര്? ഇന്ത്യയിലെ റോളിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആര്? ഉത്തരം മൊറാർജി ദേശായി. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത്? പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എം. വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏത്? കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏത്? ഉത്തരം ആയ് രാജവംശം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ നാടകം ഏത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ നാടകം ഏത്? ഉത്തരം ഗാന്ധി. ഇന്ത്യയുടേതുപോലുള്ള പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ഇന്ത്യയുടേതുപോലുള്ള പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ഉത്തരം ശ്രീലങ്ക. ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏത്? ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കോസി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം മഹാനദി. ഇന്ത്യയിലെ വലിയ തടാകം ഏത്? ഇന്ത്യയിലെ വലിയ തടാകം ഏത്? ഉത്തരം ചിൽക്ക തടാകം. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാലയം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഉത്തരം ലഡാക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 563.